നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി ചെമ്മീനാണ് കേട്ടോ. അത് മുരിങ്ങാക്കായൊക്കെ ഇട്ട് തേങ്ങ അരച്ചത് നല്ല അസാധ്യ ടേസ്റ്റുള്ള ചെമ്മീനായിരിക്കും. പക്ഷേ നമുക്ക് 2 നേരത്തേക്കാക്കി വെക്കേണ്ടതാണ്. കുറച്ച് അത്ര നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ അത്ര കിട്ടത്തില്ല ചാറൊന്നും. അപ്പോൾ നമ്മളിതൊന്ന് വറുത്തരച്ച് വെക്കാൻ വിചാരിച്ചിട്ടോ. വറുത്തരച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചെമ്മീൻ. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തോടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇങ്ങനെ പുറം ഭാഗത്ത് ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങ് പോരും. കത്തി കൊണ്ട് എടുത്താൽ മതി. അത് അങ്ങനെ നമ്മൾ പോക്കാം. പിന്നെ വേറെ രീതിയിലും പോക്കാം കേട്ടോ. ഇത് തോനെ വേസ്റ്റൊക്കെ ഉള്ള ചെമ്മീനാണെങ്കിൽ ഇതെങ്ങനെ നടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ അങ്ങനെ വലിച്ചെടുക്കണേ. കുറച്ച് വേസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതേമാതിരി തന്നെ തൊലിയൊക്കെ പോക്കി നമ്മുടെ ഒന്ന് തലയിലെ അഴുക്കൊക്കെ പോക്കിയിട്ടൊന്ന് വലിച്ചാൽ അതിൻ്റെ ഞരമ്പ് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. പിന്നെ തോനെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നടുകെ ചീന്ത തന്നെ വേണം. ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. നടുകെ ചീന്തുന്നതിനെക്കാട്ടും കറി വെക്കുമ്പോൾ ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളിത് ആ ചെമ്മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. കുറച്ച് ചെമ്മീനുള്ളെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചെമ്മീനാണ്. നമ്മൾ വറുത്തരക്കി വയ്ക്കുമ്പോൾ നമുക്ക് തോനെ കറിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വറുത്തരച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ ചെമ്മീനൊക്കെ 2-3 വെള്ളത്തിലൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെച്ചെടുക്കണം കേട്ടോ. അപ്പം കറി വെക്കുന്നത് നമ്മൾ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ, വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ കറിക്ക്. അപ്പം ചട്ടിയിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി മുറിച്ചിടുകയാണ്. തക്കാളി മുറിച്ചിടുമ്പോൾ നമ്മൾ തൊലി ഇടാറില്ല കേട്ടോ തക്കാളീൻ്റെ. അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞത് ആ തൊലി ഇടുന്നത് കേടാണെന്ന് അവരോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അത് കേട്ടതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ തൊലി ഇടാറില്ല കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാനൊരു മനസ്സ് സമ്മതിക്കില്ലല്ലോ. പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി എന്ന് പറയുന്നത് കുറച്ച് അധികം ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് എരിവില്ലാത്തൊരു മുളക് പൊടിയാണ് കേട്ടോ. മുളകിന് വലിയ എരിവില്ല. ഇനി പൊടിച്ച് വരുമ്പോൾ അപ്പോൾ കുറച്ച് മുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വറുത്തരച്ച കറിയിലേക്ക് മല്ലിപ്പൊടി ഇത്തിരി അധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് കൊടുക്കും. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പം ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടും. പിന്നെ ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പം ചാറൊക്കെ അങ്ങനെ വറ്റി കിട്ടും. പിന്നെ അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ നമ്മളിതിലേക്കുള്ള വറവിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഞാൻ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കരിവേപ്പിലിടാം. പിന്നെ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 3-4 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറി തേങ്ങയൊക്കെ അരച്ച് വരുമ്പോഴേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കരിവേപ്പില ഇടാൻ എന്നോട് മറന്നു പോയിട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് തണയുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് മുറിച്ചിടാം. നമ്മുടെ കറിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി ഒരു 1/4 ഭാഗം വേവായിട്ട് ആകുമ്പോഴാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കട്ടോ. നല്ല അടിപൊളി കറിയാണ്. ഇന്ന് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിലയും ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി കേട്ടോ.